ഇങ്ങനെ എത്ര നേരമെന്ന് വെച്ചാ വിമലെ കാത്തിരിക്കുന്നേ? പോലീസിലൊന്ന് വിവരം അറിയിച്ചാലോ? അതൊന്നും വേണ്ട, അതൊക്കെ കൂടുതൽ കുഴപ്പാവും. അല്ലാതെ എന്താ ചെയ്യാ? ഇനിയിപ്പോ സത്യ അവളുടെ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയ ശേഷം അവൾ നമ്മളെ വിളിക്കാതിരിക്കില്ലല്ലോ. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയ. ആ പപ്പന്റെ വാക്കും കേട്ട് സത്യ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. ഒടുക്കം അവന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വന്നു ഞാൻ. ഇനി വരട്ടെ, അവളുടെ തോന്നിയാസം ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. അമ്മേ, സത്യയുടെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അവരെങ്ങാനും വിളിച്ചു നോക്കിയാലോ? അതിന് അവരുടെയൊക്കെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? എന്റെ കയ്യിലില്ല. ദിവ്യയുടെ അടുത്തുണ്ടോന്ന് ചോദിക്കാം. അവള് പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയല്ലേ? ഇത് വല്ലത് അവൾ അറിയുന്നുണ്ടോ? കുറച്ചു മുമ്പേ എഴുന്നേറ്റ് വന്നിരുന്നു. പിന്നെയും പോയി കിടന്നു തോന്നുന്നു. എന്നാലും ഞാനൊന്ന് നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ സത്യ ഇതുവരെ എത്തിയില്ലല്ലോ. അവളെ കുറിച്ച് ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല. അവളുടെ തോന്നിയാസം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. നിന്റെ കയ്യില് അവളുടെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവരുടെ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. എന്റെ കുട്ടി എവിടെ പോയി ഈശ്വര?